ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ദർശന രീതിയെക്കുറിച്ചാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തൊട്ട് മുന്നിലുള്ള വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടതിന് ശേഷം ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ക്ഷേത്രത്തിൽ തൊഴേണ്ട രീതിയാണ് പറയുന്നത്. വളരെ വ്യക്തമായി നല്ല ശ്രദ്ധയോട് തന്നെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തവണ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ യാതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് വളരെ സശ്രദ്ധം നിങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാത്തവരും ചെല്ലാൻ സാധിക്കാത്തവരൊക്കെ ഒരിക്കലെങ്കിലും പോയി ദർശിക്കേണ്ട ഒരു അമ്പലമാണ് വടക്കുംനാഥ ക്ഷേത്രം. എത്രത്തോളം പ്രാധാന്യം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു, അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. തൃശ്ശൂർ പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ട് തല തിരിച്ച് നോക്കാനായിട്ട് നമുക്ക് ഭഗവാൻ തന്നെ നമ്മളെ തോന്നിപ്പിക്കും. ഒരിക്കൽ പോലും അങ്ങോട്ട് നോക്കാതെ, അല്ലെങ്കിൽ ആ ഒരു പ്രൗഢി അത്രയും തല ഉയർത്തി ഒരു നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ അത്രത്തോളം ഉയരത്തിലാണ് ആ ക്ഷേത്രം, അതും റോഡിൽ നിന്ന് ഒരുപാട് വിട്ടിട്ടാണ് ആ ക്ഷേത്രം നിലനിൽക്കുന്നത് എങ്കിലും അത്രയും പ്രൗഢിയോടുകൂടി നിലകൊള്ളുന്ന, തല ഉയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഭഗവാൻ ശിവഭഗവാൻ കുടികൊള്ളുന്ന, അതുപോലെ തന്നെ മറ്റു ദേവതകളുടെയും ദേവന്മാരുടെയും ഒക്കെ സാന്നിധ്യമരുളുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. പടിഞ്ഞാറേ നടയിലൂടെയാണ് നമ്മൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൂടാതെ പടിഞ്ഞാറ് നട കടന്ന് ഗോപുരവാതിലിന് മുൻപിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കലിശില എന്ന് അറിയപ്പെടുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. കലിശില എന്നാണ് അതിൻ്റെ പേരുള്ളത്. ലോകാവസാനത്തിൻ്റെ മടിത്തട്ട് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് ലോകാവസാനത്തിൻ്റെ മടിത്തട്ട് എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ നാലമ്പലമുള്ള ക്ഷേത്രം കൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലം നമ്മൾ നേരത്തെ പറയുണ്ടായി, പൂർണ്ണമായും ചെമ്പോല കൊണ്ടാണ് മേഞ്ഞിട്ടുള്ളത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു കൂടി കടന്ന് അങ്ങനെ പടിഞ്ഞാറ് നടയിലൂടെ നമ്മൾ ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കടന്നാൽ ആദ്യം കാണുന്നത് അർജുന വിൽക്കുഴിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കാൽ കഴുകി, ആ ഒരു കുഴിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് നമ്മൾ കാലൊക്കെ കഴുകി, നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ നിന്ന് നമ്മൾ കാലും ഒക്കെ ഒന്ന് ശുദ്ധമാക്കിയിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാറുള്ളത് അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ. എന്നിട്ട് ഗോശാല കൃഷ്ണനെ കണ്ട് തൊഴുതിട്ട് വൃഷഭനെ കൈകൊട്ടി വിളിച്ചു തൊഴണമെന്നാണ് പറയുന്നത്. വൃഷഭൻ അവിടെയുണ്ട്, ഭഗവാന്റെ സഞ്ചാര വാഹനം എന്നറിയപ്പെടുന്നുണ്ട്. ഭഗവാൻ വിശ്രമിക്കുന്നത് വൃഷഭൻ്റെ പുറത്താണെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നമ്മൾ കേട്ട് അറിഞ്ഞിട്ടുള്ളതും പലരും പറഞ്ഞറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. ആ വൃഷഭനെ കൈകൊട്ടി വിളിച്ചു തൊഴണമെന്നാണ് പറയുന്നത്. മാത്രമല്ല വസ്ത്രം സമർപ്പിച്ചിട്ടാണ് അത്ര ഈ വൃഷഭൻ്റെ അടുത്ത് തൊഴേണ്ടത്. ഇപ്പോൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു നൂലെടുക്കും, എന്നിട്ട് അത് അവിടെ സമർപ്പിക്കണമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃഷഭനെ തൊഴുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഫലം കിട്ടണമെങ്കിൽ നമ്മൾ വസ്ത്രം സമർപ്പിച്ചിട്ടാണ് തൊഴേണ്ടത് എന്നാണ് പറയുന്നത്, എന്നതാണ് ഇവിടുത്തെ സങ്കല്പം എന്ന് പറയുന്നത്. പിന്നീട് ആരെയാണ് തൊഴേണ്ടത്? പരശുരാമനെയും ശിവപാർഷദന്മാരായിട്ടുള്ള ഒരാളായിട്ടുള്ള സിംഹോദരൻ്റെയൊക്കെ അവിടെ കാണുന്നുണ്ട്. അവിടെയാണ് പിന്നീട് നമ്മൾ തൊഴേണ്ടത്. പിന്നെ കാശി വിശ്വനാഥനെ തൊഴണം. പടിഞ്ഞാറ് നാലമ്പലത്തിലെ ചുവരിലൂടെ അവിടെ ഒരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വടക്കുംനാഥൻ്റെ താഴികക്കുടം കാണാം. പിന്നീട് നമ്മൾ താഴികക്കുടത്തെയാണ് തൊഴേണ്ടത്. പിന്നെ തെക്ക് കിഴക്ക് തറയിൽ ചിദംബരനാഥൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമേശ്വരം സേതുനാഥൻ അവിടെ നിലകൊള്ളുന്നുണ്ട്. പിന്നീട് നമ്മൾ തെക്ക് ഗോപുരനടയിൽ നിന്ന് തെക്കോട്ട് തിരിഞ്ഞ് തൊഴുതിട്ടുണ്ടെങ്കിലോ കൊടുങ്ങല്ലൂരമ്മയുണ്ട് അവിടെ. പിന്നെ തെക്ക് പടിഞ്ഞാറ് തറയിൽ കയറി കൂടൽ മാണിക്യ സ്വാമീനെ തൊഴാം. ഊരകത്തമ്മ തിരുവടിയുണ്ട്. അങ്ങനെ അവരേനെയൊക്കെ തൊഴുത് പിന്നീട് വടക്കോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നീട് വടക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നാലമ്പലത്തിലെ താഴികക്കുടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. താഴികക്കുടങ്ങളെ തൊഴുക. പിന്നീട് തൊഴേണ്ടത് വേട്ടേക്കരൻ ക്ഷേത്രത്തിലാണ്. നമ്മൾ വേട്ടേക്കരൻ്റെ ഒരു ക്ഷേത്രം തന്നെയുണ്ട്, അവിടെയാണ് പിന്നീട് തൊഴേണ്ടത്. കിരാതമൂർത്തിയായിട്ടുള്ള ശിവഭഗവാനാണ് ശ്രീ വേട്ടേക്കരൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വ്യാസശില സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തൊഴുക. ശേഷം അവിടെ ഹരിശ്രീ എഴുതുകയോ, ഹരിശ്രീ ഗണപതിയെ നമ്മൾ എഴുതില്ലേ, അതേപോലെ എഴുതുകയോ അക്ഷരമാല എഴുതുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അവിടെ വിദ്യയ്ക്ക് വളരെ നല്ലതായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് മരച്ചുവട്ടിലുള്ള ദക്ഷിണാമൂർത്തിനെയാണ് പിന്നീട് വന്ദിക്കേണ്ടത്. അതായത് പിന്നീട് ദക്ഷിണാമൂർത്തിയെ തൊഴുക. അതിനുശേഷം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുത ശേഷം മൃതസഞ്ജീവിനി തറയിൽ പോയി ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചിട്ട് തൊട്ട് വന്ദിച്ചു തൊഴുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ഭഗവാൻ സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത്. നാഗദൈവങ്ങൾ ഓരോരുത്തരിനെയായിട്ട് തൊഴുതതിന് ശേഷം ആദിശങ്കരനെയും ശംഖചക്രങ്ങൾ എന്നിവരെയൊക്കെ തൊഴുതു വരുമ്പോഴേക്കും ഒറ്റ പ്രദക്ഷിണം നമ്മുടെ പൂർത്തിയായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയേക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും പേരുകളും കൃത്യമായിട്ടുള്ള വിവരങ്ങളും എങ്ങനെയാണ് തൊഴേണ്ടത് എന്നുള്ള കൃത്യമായൊരു രേഖ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ ഭക്തജനങ്ങൾ തൊഴുന്നവരെ അനുഗമിച്ചാലും നിങ്ങൾക്ക് ഒരൊറ്റ പ്രാവശ്യം ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ ഈ ദർശന രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് കുറച്ച് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവുമെന്ന് മാത്രം. അങ്ങനെ പിന്നീട് ആ ഒരൊറ്റ പ്രദക്ഷിണം മുഴുവനായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാലമ്പലത്തിനുള്ളിലേക്കാണ് കടക്കുന്നത്. അവിടെ തൊഴുന്ന രീതിയാണ് ഇനി പറയുന്നത്. പടിഞ്ഞാറ് നടയിലൂടെ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് ആരെന്നെയാ, നന്ദികേശ്വരൻ അവിടെ ഉണ്ട്. നന്ദികേശ്വരനെ വന്ദിച്ച് വണങ്ങി തൊഴുക. എന്തിനാണ്? മഹാദേവനെ കാണാനുള്ള അനുവാദം നമ്മൾ നന്ദികേശ്വരനോട് ചോദിച്ചിട്ട് വേണം അത്രേ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ എന്നാണ് സങ്കല്പം. ഭഗവാന്റെ വാഹനമാണല്ലോ നന്ദികേശ്വരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് അനുമതി ചോദിച്ചിട്ടാണ് അത്രേ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ തൊഴാനായിട്ട് ചെല്ലേണ്ടത് എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ചെല്ലുന്നത് വടക്കുന്നാഥൻ്റെ അടുത്തേക്കാണ്. നന്ദികേശ്വരനെ തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വടക്കുന്നാഥൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഏകദേശം 20 അടിയോളം പൊക്കമുള്ള നെയ്മലയായിട്ടാണ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുക. അത്രത്തോളം ആ നെയ്മലയിൽ ചന്ദ്രക്കലകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടാണ് നമുക്ക് ആ ശിവലിംഗമായിട്ട് നമുക്ക് ദർശനം കാണുന്നത്. ആ നെയ്മലയൊക്കെ ഉരുകിയിട്ടുണ്ടെങ്കിൽ, ആ നെയ്മല ഉരുകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ നാശമാണത് സൂചിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ഭഗവാനെ തൊഴുതു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ പിന്നിലെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ശ്രീ പാർവതി ദേവീനെയാണ് പിന്നെ തൊഴുക എന്ന് പറയുന്നത്. അതിനുശേഷം ഗണപതി ഭഗവാനെ, ശങ്കരനാരായണനെയും ശ്രീരാമനെയൊക്കെ പിന്നെ തൊഴേണ്ടതുണ്ട്. ശ്രീരാമസ്വാമിയൊക്കെ അതിൻ്റെ നാലമ്പലത്തിൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണ് പിന്നീട് നമ്മൾ ശ്രീരാമസ്വാമീനെ തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആരെ തൊഴും? ശ്രീരാമസ്വാമീനെ തൊഴും, ശങ്കരനാരായണനെ തൊഴും, ഗണപതി ഭഗവാനെ തൊഴും, പിന്നീട് പാർവതി ദേവിയെ തൊഴും. വീണ്ടും നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തും. വടക്കുന്നാഥ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തും. ഇങ്ങനെ 3 തവണയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലാണ് പ്രദക്ഷിണം വരുന്നത്. അത് 3 തവണയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറ വലം വയ്ക്കുന്നത്, പടിഞ്ഞാറ് ഭാഗത്തെ ആൽത്തറ നമ്മൾ പറഞ്ഞു ഭഗവാൻ എൻ്റെ ശ്രീമൂല സ്ഥാനം എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തും ഒരു ആൽത്തറയുണ്ട്. അതിനെ വലം വയ്ക്കുന്നത് നമ്മുടെ ഭാഗ്യത്തിന്, അതായത് വിവാഹം നടക്കാതിരിക്കുന്ന മംഗല്യഭാഗ്യത്തിനും, കുട്ടികൾക്ക് വേണ്ടി മംഗല്യഭാഗ്യത്തിന് വേണ്ടിയിട്ടും, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ നെടുമംഗല്യത്തിനും അല്ലെങ്കിൽ ദീർഘസുമംഗലിയായി ഇരിക്കുവാനും സന്താന ലബ്ധിക്കൊക്കെ ആയിട്ടാണ്. നല്ലതാണ്, വളരെ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഭഗവാന്റെ കടാക്ഷം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും, നമ്മൾ എത്രത്തോളം എന്ത് നല്ല സൽപ്രവൃത്തികൾ ചെയ്താലും ഏത് ഭഗവാന്റെ ആയാലും ഒരു സാമീപ്യം അല്ലെങ്കിൽ ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അവരുടെ ഒരു ദൃഷ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു നല്ല കാര്യവും നല്ല ശുഭമായി നടക്കുകയും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുക.
ഇനി ഇവിടുത്തെ ദർശന സമയമാണ് പറയണത്. എങ്ങനെയാ? വെളുപ്പിന് 4 മണി മുതൽ 10 മണി വരെയാണ് ഈ ക്ഷേത്രത്തിലെ രാവിലത്തെ ദർശന സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയാണ് വൈകുന്നേരത്തെ ദർശന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷവും ആണ് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു ക്ഷേത്ര ദർശനമായിരിക്കും ഇവിടുത്തെ. മാത്രമല്ല ഈ ക്ഷേത്ര ദർശന രീതിയും നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ പ്രത്യേകമായിട്ടുള്ള ദർശന രീതിയാണ്. ഒരുപാട് ഉപദേവന്മാർ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഒരു ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം കാശി രാമേശ്വരത്തിലെയും ഒക്കെ ഭഗവാൻ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം പരമപ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. അപ്പോൾ കേൾക്കാത്തവരും വരാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വടക്കുംനാഥനെക്കുറിച്ച് അറിയുകയും വടക്കുംനാഥൻ്റെ ആ ഒരു പുണ്യം, വടക്കുംനാഥൻ നമ്മളിലുള്ള കടാക്ഷം നേരിട്ട് അനുഭവിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരെയും ഭക്തവത്സലനായിട്ടുള്ള ശിവഭഗവാൻ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ, പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് അവസരം ഭഗവാൻ ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു ദർശന രീതി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് രൂപേണ അറിയിക്കുക. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കൂടുതലായിട്ട് മനസ്സിലാവുക. പക്ഷേ ഒരു ഐഡിയ, ഈ ക്ഷേത്രത്തെക്കുറിച്ചൊരു ഐഡിയയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.